ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചേച്ചി നല്ല ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് അതേ രീതിയിൽ കറക്റ്റ് ആയിട്ട് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പാടിയിട്ട്? എന്ത് തോന്നി? കുഴപ്പമില്ലാതെ. അപ്പൊ എന്താ കുഴപ്പമുണ്ടല്ലോ? കുഴപ്പമില്ലെങ്കിൽ നന്നായി പാടിന്ന് പറയണ്ടേ? അറിയില്ല എന്താ പറ്റി ചോദിക്കാം. ഓക്കെ വേണിച്ചേട്ടാ. എന്തോ സാർ എന്തോ എന്ത് പറ്റിയത് പറയൂ ഞങ്ങളോട് ധൈര്യമായിട്ട്. എന്തെങ്കിലും പറ്റിയോ മക്കളെ? എന്തെങ്കിലും പറ്റിയെങ്കിൽ പറയൂ, കാര്യം ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. ഒന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞോ? പറ. ഒന്നും പറ്റിയില്ല, അത്രേ ഉള്ളൂ അല്ലേ? എനിക്ക് ഭയങ്കര ഒരു അതിശയമാണ് ഈ പ്രായത്തില് ഈ പാട്ടുകളൊക്കെ എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് പാടുന്നു എന്നുള്ളത് വലിയൊരു സർപ്രൈസ്. ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ഈ ഒരു പാട്ടൊക്കെ ഈ നമ്മുടെ വോയിസ് കൺട്രോൾ അതിൻ്റെ സുപ്രീം എക്സാമ്പിൾസ് ആണ്. ഇറ്റ് ഇസ് സോ ഡിഫിക്കൽട്ട് അങ്ങനെ പാടുക എന്ന് പറയുന്നത്. അതിൽ നാഥ 2 റേഞ്ചിലും ഉണ്ട് ആ സംഗതി. സെക്കൻഡ് താഴെ വരുന്ന ആ ഒരു പോർഷൻ ഒന്ന് ഇനി ശരിക്ക് പാടാം, അത് മാത്രമേ ഉള്ളൂ. അതിലൊരു പ്രോബ്ലം കേട്ടോ, ചെറിയൊരു പ്രോബ്ലം. അത് രണ്ടും പാടണം, എന്നാലേ ദാറ്റ് ഇസ് ദി ചാലഞ്ച്. ബ്യൂട്ടി. അത്ര ബ്യൂട്ടി ആയില്ല, എന്നാലും ഒപ്പിച്ചു. ഒന്നുകൂടി പാടും, ശരിയാക്കുന്നത്. അതൊരു ഫ്ലോ ആണ്, ഒറ്റയടിക്കത് വരണം. കേൾക്കൂ കേട്ടോ, ഒറിജിനല് നന്നായി ശ്രദ്ധിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. നന്നായി നന്നായി. താങ്ക് യു വേണിച്ചേട്ടാ. ശരത് സർ. മക്കളെ ശകുന്തളെ എന്താ സർ? മോളെ നന്നായിടാ, നന്നായിട്ട് പാടി താങ്ക് യു സർ. കേട്ടോ. എന്തൊരു കോമ്പോസിഷൻ ആയത്, എൻ്റെ ദൈവമേ, ഒരു നിവർത്തിയില്ല. ഇതിന്റെ സൃഷ്ടികർത്താക്കളെ കുറിച്ച് സംസാരിക്കാം. മ്യൂസിക് ദേവരാജ, അതാണല്ലോ നമ്മുടെ റൗണ്ട്. ലിറിസിസ്റ്റ് വയലാർ രാമവർമ്മ. പാടിയത് പി സുശീല. എൻ്റെ ദൈവം, 3 പേരും അങ്ങ് അന്തവിട്ട ലെവലിൽ നിൽക്കുന്ന 3 ആളുകളാണ്. അസാധ്യ പാട്ടും കൂടെ. ആ പ്രിയതമ എന്നുള്ള ആ കോള് തന്നെ ഒരു ഹൈലി റൊമാൻറ്റിക് കോൾ. അത് മാത്രമല്ല, പ്രിയതമന് വീണ് കാലൊടിയാനുള്ള എല്ലാ ചാൻസും ദേവരാജ മാഷ് അതിൽ വെച്ചിട്ടുമുണ്ട്. അത് പലരും പാടി കൈവിട്ട് പോയത് കേട്ടിട്ടുണ്ട് മോളെ. നമുക്ക് പ്രിയതമ എന്ന് കേൾക്കുമ്പോൾ പാട്ട് കേൾക്കാനൊരു സന്തോഷം ഉണ്ടെങ്കിൽ ലൈവ് പാടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു ആദ്യം വരും മനസ്സിൽ. അത് കൃത്യമായിട്ട് വരണ്ടേ. ഒരു സ്ഥലം എവിടെങ്കിലും ഒരു ഇത്തിപ്പോലും പോയാൽ മതി, മൊത്തം അങ്ങ് പോകും. പ്രിയതമൻ നാട് വിടും അല്ലേ, അതൊരു റിസ്കി പ്ലേസ് ആണ്. അത് മോള് ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. നന്നായിരുന്നു മോളെ. മൊത്തത്തിൽ മോളെ കാണാനും ഒരു 1-2 മാനൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന രസമായിരുന്നു. കണ്ണുവാശ്രമത്തിലെ മറ്റേ ഒരു പേരിന് വരണമെങ്കിലും ഇവിടെ മാനില്ല, മാനേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ ജോക്ക് യാർ. പാറു ചിരിച്ചോ, ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ യുവർ ഹാർട്ട്. ഓക്കെ മോളെ. മക്കളെ, എനിക്ക് ഞാനൊരു ഒന്ന് വൃത്തിയായിട്ട് പാടാമോ? അത് കോൺഫിഡന്റ് ആയിട്ട് അങ്ങോട്ട് പോകും. നന്നായിട്ടുണ്ട് മോളെ. അത് കുറച്ചും കൂടെ ബലത്തോടെ ഒന്ന് പാടിക്കേ. ലേഖനമല്ല, ലേഖനം. പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു. ആ കോഡ് പ്രോഗ്രഷനിൽ മോള് കുറച്ച് അന്തപ്പെട്ടല്ലേ. ഷിനു നമ്പ്യാരുടെ കൈ പിടിച്ചോടിക്കാൻ നമുക്ക്. പക്ഷെ അവനിങ്ങനെ ഒരു വെരി ഗുഡ്, അങ്ങനെ ഒരു മ്യൂസിഷ്യൻ ആയതുകൊണ്ടാണ് അവനിങ്ങനെ പ്രോഗ്രഷൻസ് ഒക്കെ മാറിയിരുന്നത്. മക്കളെ ഞെട്ടരുത്, നമ്മളിപ്പോഴും അവിടെ തന്നെ. ഷിനു ഇടാ ആ സമയത്ത് ഈ ശകുന്തളയുടെ കാലത്ത് ആ കോഡ്സ് ഒന്നും ഇല്ല. അത് മനസ്സിൽ വെച്ച ഇതൊക്കെ അവൻ വണ്ടർഫുൾ മ്യൂസിഷ്യനാണ് ഷിനു. നമുക്കൊക്കെ അത്ര ഇഷ്ടമാണ് അവന്. അപ്പം മക്കളെ, ഈ ഷിനുകാരനെ എനിക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല മോളെ. ഒന്നും കൂടെ പാടുക. മുനികുമാരികയല്ലേ ഞാനൊരു സൂപ്പർ മോളെ. നീ അത്രയും മതി. ഒരു
ഒരു ഇച്ചിരി പിടിച്ചാൽ അതിന്റെ ബ്യൂട്ടി പോകും. കേട്ടോ മോളെ, അത് അങ്ങനെ അളന്ന് മുറിച്ച് ചെയ്തേക്കാണ്. പിന്നെ ഇപ്പം നാഥ പാടിച്ച മോളെ കൊണ്ട് അത് എന്താണെന്നറിയാം മോളെ അതിൻ്റെ കുഴപ്പം? അത് ഒരു ചെറിയ ഒരു അങ്ങോട്ടൊന്നൊരു പോക്കുണ്ട്. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം. ഒന്നും കൂടെ പാടാമോ? വേണിച്ചേട്ടൻ കുറച്ച് സന്തോഷിച്ചോട്ടെ. നാഥ നാഥ അത് ഒറ്റ അവിടെ നാഥ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതുകൊണ്ട് അത്രയും നേരം നിൽക്കണ്ട മോളെ, പെട്ടെന്ന് ആയിക്കോട്ടെ അടുത്തത്. നാഥ നാഥ അവിടെ നീ നീ ഇവിടെ ഒന്നുകൂടെ പെർഫെക്റ്റ് ആണ് അവിടെ. അത് അച്ചിരി ഷാർപ്പാണത്. ആ പാടിക്കോ. അത് ശരിയായിക്കോണം. ഇപ്പൊ കുറച്ച് ഷാർപ്പും ഫ്ലാറ്റും ഒക്കെ ആയത് എൻ്റെ ഇടയിൽ കേട്ടോ. ശകുന്തളെ കണ്ണുവിനെടുത്തിട്ട് ചവിട്ടും ഇങ്ങനെ പാടിയാല് കേട്ടോ. അറിയാം നമുക്ക് ശകുന്തളയുടെ അച്ഛൻ ആരാന്ന്? ഇതൊന്നും അറിയാതാണ് ഈ വേഷം ഇട്ട് വന്നിരിക്കുന്ന കൊച്ച്. മക്കളെ കണ്വ മുനി അറിഞ്ഞൂടെ? അവിടെ ഉള്ള മാനിന്റെ പേരെന്താണെന്നറിയാവോ? ശകുന്തളയുടെ പടത്തിലൊക്കെ നോക്കിയാൽ ഒരു മാൻ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പടമുണ്ട്, പടത്തിൽ കണ്ടൂടെ? ശകുന്തളയുടെ കാലിൽ ദർഭമുന കൊണ്ടിട്ട് ഒരു ദർഭമുന പോലും ശകുന്തളയ്ക്ക് വേദനിച്ചു എന്നാണ്. അപ്പോൾ എന്ത് സോഫ്റ്റ് ആയിരിക്കും ആ കാല് അല്ലേ? ആ പടത്തിലൊക്കെ ഉണ്ട് ഒരു മാൻ. മാൻ്റെ പേരെന്താണെന്നറിയോ? ദീർഘാപാങ്കൻ. കേട്ടോ, അതൊക്കെ വെച്ചോ, മനസ്സിൽ വെച്ചോ. കണ്ണുകൾ നീണ്ട മാൻ. ഓഹ്, വണ്ടർഫുൾ മാൻ. അത്രേ ഉള്ളൂ മക്കളെ. പക്ഷെ നല്ല നല്ല സുഖമായിരുന്നു നീ പാടുന്ന കേൾക്കാൻ കാണാനും. കേട്ടോ, ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു ശരത് സാർ. ചേച്ചി ദിയാക്കുട്ടി എന്തോ ഇപ്പോൾ നല്ല രസമായിട്ട് തന്നെ പാടി. മോൾക്ക് കോൺഫിഡൻസ് കുറവുണ്ട്. ആ ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടാണ് ഇങ്ങനെ തെറ്റിക്കോ എന്ന് വെച്ച് കുഞ്ഞു കുഞ്ഞു പേടിയുണ്ട്. പക്ഷെ എല്ലാ പ്രിയത്തമയും സൂപ്പർ വരുന്നു കേട്ടോ. നല്ല ഫീലോട് പാടി. ഏറ്റവും ലാസ്റ്റ് എൻഡ് ചെയ്തില്ലേ, അത് ഭയങ്കര പെയിൻഫുള്ളും കൂടെ ആയിരുന്നു. വിഷമം കൊണ്ട് പാടിയ പോലെ ഒരു ഫീലിംഗ്. തെറ്റിച്ചോ ഒരു വിഷമം കൊണ്ട്. അപ്പം ഈ ഒരു പാട്ടിലെന്നൊക്കെ പറഞ്ഞാൽ എഗെയിൻ ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ഫീമെയിൽ സിംഗിങ്ങിന് ഭയങ്കര ടെക്സ്റ്റ് ബുക്കാണ്. ആൻഡ് നമുക്ക് ഫീമെയിൽ സിംഗേഴ്സിനൊക്കെ നമുക്ക് റേഞ്ച് നന്നായി പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനത്തെ പാട്ടിൽ പാടാൻ. കാരണം നമുക്ക് ലോയിലും അതേപോലത്തെ വോളിയം വേണം അല്ലേ? അതേ ഈക്വൽ ഗെയിം തന്നെ വേണം. അപ്പോൾ അതിന് നമ്മൾ എക്സ്ട്രാ പ്രാക്ടീസ് എന്തായാലും നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. നമ്മളുടെ ഈ പ്രായത്തിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവലാണ് അല്ല ദിയാക്കുട്ടി? സൂപ്പർ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. വേണിച്ചേട്ടാ നീക്കോട്ടെ എന്തോ 8.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. മക്കളെ ശകുന്തളെ എന്തോ 8.6. താങ്ക് യു സർ. ശരത് സാർ. ഓക്കെ, സോ ടോട്ടൽ 17.1. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.